ഓം നരസിംഹായ നമോ നമഃ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. വൈശാഖ മാസമാണ്, നരസിംഹമൂർത്തി ജയന്തിയാണ്. തൻ്റെ ഭക്തന്റെ വാക്ക് സത്യമാവാനായിട്ട് അവതാരം എടുത്തവനാണ് നരസിംഹമൂർത്തി എന്നുള്ളത്. ഇതിൽ പരം എന്താണ് ഒരു ഭക്തന് നൽകാനുള്ളത്, അല്ലെങ്കിൽ ഇതിൽ പരം എന്താണ് ഒരു ഭക്തന് ലഭിക്കാനുള്ളത്? നമ്മുടെ നാവിൻ തുമ്പിലൂടെ വരുന്ന വാക്ക് ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് അവതാരം എടുത്തവനാണ് നരസിംഹമൂർത്തി എന്നുള്ളത്. പ്രഹ്ലാദനെ സംരക്ഷിക്കാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനുമായി അവതാരം എടുത്തവൻ. തന്റെ ഭക്തന്റെ വാക്ക് സത്യമാവാനായിട്ട് ത്രിസന്ധ്യ സമയത്ത് തൂണു പിളർന്ന് തൃപ്പടിയിൽ ഇരുത്തി തന്റെ മടിയിൽ കിടത്തി തന്റെ നഖങ്ങളാൽ മാറു പിളർത്തി കുടൽമാല കഴുത്തിലണിഞ്ഞവൻ നരസിംഹമൂർത്തി. ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി മാറു പിളർത്തി കുടൽമാല കഴുത്തിലണിഞ്ഞിട്ടും കോപം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം അലറി വിളിച്ചു. ആ സമയത്ത് തന്റെ ഭക്തനായ പ്രഹ്ലാദൻ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. ആ സമയം ലക്ഷ്മി ദേവി മടിയിൽ കയറി ആസനസ്ഥയായി. നരസിംഹമൂർത്തിയുടെ കോപം അടങ്ങി. ഇരുവരും പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. അപ്പൊ ഭഗവാന്റെ എല്ലാ പ്രസൻസും, ലക്ഷ്മി ദേവിയുടെ എല്ലാ പ്രസൻസും ലഭിക്കാനായിട്ട് ഓം നരസിംഹായ നമോ നമഃ 108 പ്രാവശ്യമാണ് ജപിക്കേണ്ടത്. വളരെ കുളിച്ച് ശുദ്ധിയോടും വൃത്തിയോടും നമ്മുടെ മനസ്സും ശരീരവും പരിശുദ്ധമായിരിക്കണം. അത്രയും ഉഗ്രമൂർത്തി ഭാവമാണ് ഭഗവാന്റെ. ആ ഒരു ഉഗ്രമൂർത്തി ഭാവത്തെ സ്മരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും അത്രയും പരിശുദ്ധമായിരിക്കണം. ആ പരിശുദ്ധമായ മനസ്സിലൂടെയും ശരീരത്തിലൂടെയും ആ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ രക്ഷാ കവചമായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭഗവാൻ നരസിംഹമൂർത്തിയുടെയും ലക്ഷ്മി ദേവിയുടെയും പൊന്നു ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹം വന്ന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.